ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാമെന്നാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് പാർട്സ് ഓഫ് സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിന്ന് പാർട്സ് ഓഫ് സ്പീച്ചിലെ നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ് എന്ന 3 കാര്യങ്ങൾ പഠിക്കാം. ഫസ്റ്റ് വണ്ണാണ് നൗൺ. നൗൺ ഡിനോട്ട്സ് ദ നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ്, എ തിങ്, ആൻ എമോഷൻ, എക്സെട്ര. നെക്സ്റ്റ് ആണ് പ്രൊനൗൺ. പ്രൊനൗൺ സ്റ്റാൻഡ്സ് ഫോർ എ നൗൺ. തേർഡ് വൺ ആണ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ആഡ് സംതിങ് ടു ദ മീനിങ് ഓഫ് എ നൗൺ. ഒന്നിലധികം വാക്കുകൾ കൂടിച്ചേർന്നാണ് ഒരു സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഏതൊക്കെ സമയം ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മളിവിടെ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കുന്നത്. ഇനി നമ്മൾ ഓരോന്നെടുത്ത് പഠിക്കുമ്പോൾ ആദ്യം വരുന്നതാണ് നൗൺ, അല്ലെങ്കിൽ നമ്മൾ നാമം എന്ന് മലയാളത്തിൽ പറയും. ഒരു സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെയോ സാധനത്തിൻ്റെയോ സ്വഭാവത്തിൻ്റെയോ വികാരത്തിൻ്റെയോ ഒക്കെ പേരായിട്ട് നമുക്ക് നൗണിനെ പറയാൻ പറ്റും. അതിലിപ്പോൾ ഒരു പ്ലേസിൻ്റെ പേരാണെങ്കിൽ കോട്ടയം, ട്രിവാൻഡ്രം, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ഇതെല്ലാം നൗണാണ്. അതുപോലെ തന്നെ വ്യക്തിയുടെ പേരാണെങ്കിൽ രാജൻ, ജെയിംസ്, രമ, സീത, ജോൺ, ഇതെല്ലാം നൗണാണ്. വസ്തു അഥവാ നമ്മൾ എന്തെങ്കിലും ഒരു തിങ്, ഇപ്പോൾ ബുക്കായാലും ഡെസ്ക് ആയാലും അതൊക്കെ നമുക്ക് നൗണായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, സ്ലീപ്പ്, അത് നമുക്ക് നൗണായിട്ട് എടുക്കാം. അല്ലെങ്കിൽ അവസ്ഥ, ഇപ്പോൾ ചൈൽഡ്ഹുഡ്, അങ്ങനെയുള്ള അവസ്ഥകളെ നമുക്ക് നൗണായിട്ട് എടുക്കാം. ഗുണത്തിൻ്റെയോ അല്ലെങ്കിൽ വികാരത്തിൻ്റെയോ, ഇപ്പോൾ ആങ്കർ, കൈൻഡ്നെസ്, ഇതെല്ലാം നമുക്ക് നൗണായിട്ട് എടുക്കാൻ പറ്റും. ഇനി കൊടുത്തേക്കുന്ന നൗണിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതിൽ ബ്ലൂ മാർക്കർ കൊണ്ട് ലൈൻ ചെയ്തേക്കുന്നതാണ് നൗൺ. സുനിൽ ഇസ് എ ഗുഡ് ബോയ്. ഇവിടെ സുനിൽ എന്ന് പറയുന്ന ഒരു പേഴ്സണാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നൗൺ ഡിനോട്ട്സ് എ പേഴ്സൺ. അതുപോലെ തന്നെ ന്യൂഡൽഹി ഈസ് എ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ന്യൂഡൽഹി എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ്. ലവ് ഇസ് എ നോബിൾ ഇമോഷൻ. ലവ് എന്ന് പറയുന്നത് ഒരു വികാരം അല്ലെങ്കിൽ ഒരു ഇമോഷനാണ്. ഇമോഷനും നമ്മൾ നൗണായിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഗോൾഡ് ഇസ് എ പ്രഷ്യസ് മെറ്റൽ. ഗോൾഡ് ആൻഡ് മെറ്റൽ ഇതൊക്കെ ഒരു തിങ് ആണ്. പാർട്സ് ഓഫ് സ്പീച്ചിൽ അടുത്ത ടോപ്പിക്കാണ് പ്രൊനൗൺ അല്ലെങ്കിൽ സർവ്വനാമം. പ്രൊനൗൺ സ്റ്റാൻഡ്സ് ഫോർ എ നൗൺ. നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മനു ഇസ് എ ഗുഡ് ബോയ്. മനു സ്റ്റഡീസ് ഹിസ് ലെസൺ പ്രോപ്പർലി. ഇവിടെ മനു എന്ന് പറയുന്ന നൗണാണ്. അത് 2 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. അപ്പോൾ ആ സെൻറ്റൻസ് കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി മനു ഈസ് എ ഗുഡ് ബോയ്, ഹി സ്റ്റഡീസ് ഹിസ് ലെസൺ പ്രോപ്പർലി എന്ന് പറയും. ഹി ഇവിടെ പ്രൊനൗൺ ആണ്. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ഇതെല്ലാം പ്രൊനൗൺ ആണ്. ഇനി പാർട്സ് ഓഫ് സ്പീച്ചിലെ അടുത്ത ടോപ്പിക്കാണ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നാമവിശേഷണം. ഒരു നൗണിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെൻറ്റൻസിൽ നൗണിന് മുമ്പ് യൂസ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്. ഇപ്പോൾ ടോൾ ട്രീ. ടോൾ എന്ന് പറയുന്നത് അവിടെ അഡ്ജക്റ്റീവാണ്. ട്രീ എന്ന നൗണിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് നമ്മളവിടെ ടോൾ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. അത് സെൻറ്റൻസിനെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യും. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അവൾ സുന്ദരിയാണ്. ഇവിടെ ഷീ എന്ന നൗണിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നു. ഇനി ഒരു സെൻറ്റൻസ് നമ്മൾ കറക്റ്റായിട്ട് എഴുതണമെങ്കിൽ നമ്മൾ അതിൻ്റെ വേർഡ് ഓർഡർ അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റ്, വെർബ്, അഡ്ജക്റ്റീവ് എന്ന ഓർഡറിലാണ് നമ്മൾ സെൻറ്റൻസ് എഴുതാറ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അവൻ ബുദ്ധിയുള്ളവനാണ്. അവൻ, ഹി. ബുദ്ധിയുള്ളവൻ, ക്ലെവർ. ആണ്, ഈസ്. പക്ഷെ നമ്മളൊരു ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, അഡ്ജക്റ്റീവ് എന്ന ഓർഡറിൽ എഴുതണം. അപ്പോൾ ആ സെൻറ്റൻസ് വരുന്നത് ഹി ഈസ് ക്ലെവർ എന്നാണ്. പിന്നെ അവനൊരു ബുദ്ധിമാനായ കുട്ടിയാണെന്ന് പറയുമ്പോൾ ഹി ഈസ് എ ക്ലെവർ ബോയ് എന്ന് എഴുതണം. ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ ചില സാഹചര്യത്തിൽ നമ്മൾ അഡ്ജക്റ്റീവിനെ വീണ്ടും ഹൈലൈറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. എക്സാമ്പിൾ, അവൻ വളരെ സമർത്ഥനാണ്. ഈസ് വെരി ക്ലെവർ. ഇവിടെ ക്ലെവർ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. ആ അഡ്ജക്റ്റീവിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സെൻറ്റൻസിൽ നമ്മൾ വെരി എന്ന് ചേർക്കുന്നു. അവൻ അങ്ങേയറ്റം സമർത്ഥനാണ്. ഈസ് എക്സ്ട്രീംലി ക്ലെവർ. അവിടെ എക്സ്ട്രീംലി എന്ന് പറയുന്നത് ക്ലെവർ എന്ന അഡ്ജക്റ്റീവിനെ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡാണ്. ഇനി നമുക്ക് കുറച്ച് ഡെയിലി വൊക്കാബുലറീസ് നോക്കാം. ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ. ബിലീവ് ഇറ്റ് ഓർ നോട്ട്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഇൻഫാക്ട്, യഥാർത്ഥത്തിൽ. നത്തിങ് ഡൂയിങ്, പറ്റില്ല. ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ. ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി. ടു നൈറ്റ്, ഇന്ന് രാത്രി. നെവർ മൈൻഡ്, സാരമാക്കേണ്ട. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.